ഹായ്. അതെ, നിങ്ങൾക്കിത് കണ്ട ഫസ്റ്റ് എന്താ തോന്നുക? രസം അല്ലേ? ഇത് പക്ഷെ രസമല്ല. ഇത് രസത്തിന്റെ ഒരു അപരനാണ്. ഈ റെസിപ്പിയുടെ പേരാണ് കായപ്പുളി. ഈ ഒരു പാലക്കാട് സൈഡ് മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഇത്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു ഐറ്റം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഫസ്റ്റ് നമുക്ക് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. ചീഞ്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അത് വറുത്തെടുക്കാം. അത് ഇതേപോലെ സിമ്പിൾ ആൻഡ് വെറൈറ്റി റെസിപ്പീസ് വേണ്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കായ നല്ല വറവായി വരുമ്പോൾ നമുക്ക് കായ എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമുക്ക് ഉലുവ പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ആക്കി കൊടുക്കാം. അതെ, ചെറുള്ളി ഒന്നും അധികം കളർ ചേഞ്ച് ആവരുത് കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ അതിലോട്ട് നല്ല പഴുത്ത തക്കാളിയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അത് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം നമുക്ക്. ആദ്യം ഒരു ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പകുതി തക്കാളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കുരുമുളകും ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കായയും അതേപോലെ അരപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അത് അടുത്ത റെസിപ്പി എന്താ വേണ്ടതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അരപ്പൊക്കെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കും. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ. ഈ കറിക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ അതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ചെറുതായിട്ട്. അതിനുശേഷം തിളയൊക്കെ വരുമ്പോൾ അതിലോട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ?